പരീക്ഷ എല്ലാവരും എല്ലാവർക്കും ഒരു പരീക്ഷണമാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ പ്രത്യേകിച്ച് പരീക്ഷ കാരണം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ പിരിമുറുക്കം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വേലിയേറ്റ് ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ദൈവത്തിന്റെ നാട് തന്നെയാണ്, കേരളം തന്നെയാണ്. പരീക്ഷാ സമയത്ത് അവധി എടുത്ത ശേഷം കുട്ടികളുടെ കൂടെ ഇരിക്കുക, പരീക്ഷ സമയത്ത് പനി കൂടിയ ശേഷം പീഡിയാട്രീഷ്യൻസിന് മുമ്പിൽ ക്യൂവിൽ സ്ഥാനം പിടിക്കുക, പരീക്ഷ സമയത്ത് മാനസികാരോഗ്യ വിദഗ്ധന്മാരുടെ പോക്കറ്റിന്റെ വലിപ്പം കൂടുക, ഇതൊക്കെ കേരളത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതകളാണ്. പരീക്ഷാ പേടി ഉണ്ടാകുന്നതിന്റെ പിന്നിൽ സാമൂഹ്യവും സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള മറ്റു പല കാരണങ്ങൾ ഉണ്ടാവുമെങ്കിലും മനഃശാസ്ത്രപരമായ ഒരു പ്രധാന സൈഡുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സൈഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഭയം കൂടാതെ പരീക്ഷ എഴുതുവാൻ, ശാസ്ത്രീയമായി പഠിക്കുവാൻ സഹായമാകും എന്നൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മൈൻഡ് വാച്ചിന്റെ ഇന്നത്തെ അന്വേഷണം ആ ദിശയിലേക്കാണ്. മൈൻഡ് വാച്ചിന്റെ അനന്യം എന്ന ഭാഗത്തിലേക്ക് തന്റെ സ്വകാര്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ അരുൺ എത്തിയിരിക്കുന്നു. അരുൺ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹം ആൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്തിരുന്നു. കേരള എൻട്രൻസ് എക്സാമിനേഷൻ റാങ്കോട് കൂടി പാസ്സായി. +2 വളരെ ഭീകരമായ മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. എന്തിനധികം പറയാൻ, 10ാം ക്ലാസ്സിൽ തന്നെ 18ാമത്തെ റാങ്ക് അന്ന് റാങ്കുള്ള സമയമായിരുന്നു. 18ാമത്തെ റാങ്ക് വാങ്ങി പാസ്സായ വിദ്യാർത്ഥിയാണ് അരുൺ. ഈ മിടുക്കനായ അരുണിന് പോലും എക്സാമിനേഷന് തൊട്ട് മുമ്പ് വളരെ ഭീകരമായ ആങ്സൈറ്റിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അരുൺ എക്സാമിനേഷന് മുമ്പുള്ള ഒരാഴ്ച സമയം അരുൺ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി, എങ്ങനെയാണ് അരുൺ അതിന്റെ അനുഭവങ്ങൾ ഓർക്കുന്നത്? അതായത് അതുവരെ തോന്നിയിട്ടില്ലാത്ത ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം അടുത്ത് വന്നപ്പോൾ. അതായത് എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യം കിട്ടുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് 10ാം ക്ലാസ്സിലെ പരീക്ഷ. അതായത് നമ്മള് കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയം. അപ്പൊ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിനു മുമ്പ് ഈ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ ഈ എക്സാമിനെ പറ്റി ഉള്ള കേട്ടറിവ് മാത്രമാണ്, പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ എല്ലാവരെയും നിന്നുള്ള കേട്ടറിവ് മാത്രമാണ്. അത് അവരൊക്കെ തന്നെ ഒരു ഭീമമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടും. 10ാം ക്ലാസ് ആണ്. ഇപ്പൊ IAS പോയാലും ഇപ്പൊ എവിടെ ചെന്നാലും നമ്മുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ആണ്. എല്ലാവരും നമ്മുടെ ഇത് ക്യാരക്ടർ എല്ലാം അസസ് ചെയ്യുന്നതെല്ലാം 10ാം ക്ലാസ്സിലെ ആ മാർക്കാണ് എന്നെല്ലാം പറഞ്ഞ ആ ഒരു പിക്ചർ ആയിരുന്നു. അപ്പൊ ഈ എക്സാമിന്റെ സമയമായപ്പോൾ എനിക്ക് ആകെപ്പാടെ നേരെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുവരെ എനിക്ക് കുഴപ്പമില്ലാത്ത മോഡൽ എക്സാം ആയാലും പലതിനും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന കാലം, ക്രിസ്മസ് ആയാലും ഓണം എക്സാം ആയാലും. പക്ഷെ ആ ഒരു സമയം മോഡൽ എക്സാമിന് എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. അത് വീണ്ടും ടെൻഷൻ കൂട്ടി. അങ്ങനെ ഭയങ്കര പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. അതായത് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല. ഇപ്പൊ പഠിക്കുന്ന സബ്ജക്റ്റിനേക്കാൾ ഉപരി പരീക്ഷയെ പറ്റിയുള്ള പേടിയാണ്. അങ്ങനെ അത് എന്റെ ഒരുപാട് ഉറക്കം കിടത്തിയിട്ടുണ്ട്. പിന്നെ കൂടെ മൂത്രമൊഴിക്കാൻ പോവുക. പിന്നെ ഇപ്പം ഈ പരീക്ഷ കിടക്കുമ്പോ ഈ നെഞ്ച് ഹൃദയമെടുപ്പ് ശരിക്കും ഈ ശക്തിമാൻ സീരിയലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഇടിച്ചുകൊണ്ടിരുന്നു ഡബ് അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഏറ്റവും പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ഉറക്കമില്ലായ്മയായിരുന്നു തോന്നുന്നു. കാരണം ശരിക്കും അതാണ് ഏറ്റവും നമുക്ക് അത് കാരണം പഠിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇത്രയും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച അരുൺ ഇതിൽ നിന്നും വളരെ ഭംഗിയായിട്ട് കരകയറുകയും ഒരു വിഷയം മറ്റു വിദ്യാർത്ഥികൾക്ക് തന്നെ ഒരു മോഡൽ സെറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കൂടി ടെൻഷൻ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും വിഷയമല്ല എന്നുള്ളൊരു മോഡൽ സെറ്റ് ചെയ്തുകൊണ്ട് 18ാം റാങ്ക് മേടിച്ച് നീന്തി കയറുകയും ചെയ്തു, അല്ലേ? കേരളത്തിൽ തന്നെ 10ാം ക്ലാസ് എഴുതിയതിൽ 18ാമത്തെ മിടുക്കനായിരുന്നു അരുൺ, റൈറ്റ്? അപ്പൊ അതിലേക്ക് എത്തുവാൻ എങ്ങനെ സഹായിച്ചത്? എന്തായിരുന്നു എന്റെ രഹസ്യം? അതായത് ഞാൻ ഇപ്പം അമ്മയ്ക്ക് പരിചയമുള്ളൊരു ഡോക്ടറിനെ കണ്ടായിരുന്നു, കൗൺസിലിങ്ങിന് പോയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതായത് ഈ വേർഡ്സ് ക്യാൻ ബി ദാറ്റ് മച്ച് ഇൻസ്പയറിങ്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് ടൈം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഈ സത്യം വാക്കിന് ഭയങ്കര പ്രൊഫൗണ്ട് എഫക്റ്റ് ഉണ്ട് നമ്മുടെ ക്യാരക്ടർ മനസ്സിന്റെ. അപ്പോ അദ്ദേഹം തന്ന വാക്കുകൾ നമുക്ക് ശരിക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു. ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ടോക്ക് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. ഇപ്പം 10ാം ക്ലാസ്സിലെ മാർക്ക് മാത്രമല്ല, ഇനിയുള്ള ഇപ്പൊ സത്യം പറഞ്ഞാൽ ടെൻഷൻ എന്നുള്ള വാക്ക് എന്റെ ഡിക്ഷണറിയിലില്ല. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ പിന്നെ ഞാൻ ഇത് ഓർത്തെടുക്കുന്നത് അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന്. 10ാം ക്ലാസ്സിലോ +1ലോ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും സ്വയം നിയന്ത്രിക്കാൻ നോക്കാം. പറ്റുന്നില്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത്, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൗൺസിലിംഗിന് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടെൻഷൻ വേണം. അതായത് ഉഴപ്പി നടക്കുന്ന അതല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ ലെവൽ ഓഫ് ടെൻഷൻ വേണം. അത് അത്യാവശ്യമാണ് എക്സാമിനെ സംബന്ധിച്ച്. പക്ഷെ അത് അതിര് കവിയണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നമ്മളെ കൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ ഉറക്കം അതേപോലെ നഷ്ടപ്പെടുന്നു, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വയം കൺട്രോൾ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ബുക്ക് വായിച്ചിട്ടും നിവൃത്തിയില്ല. പാരന്റ്സിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് മക്കളുടെ
ഇതിലായിട്ട്. പിന്നെ ടീച്ചേഴ്സും ഇവരും ഞാനൊന്ന് ചോദിച്ചിട്ട് ഇപ്പൊ അരുണിന് ഇത്ര ടെൻഷൻ ഉണ്ടാക്കുവാൻ കാരണക്കാരായ പ്രധാന പ്രതികൾ 1, 2 ചോദിച്ചു, ഒന്നാരാണ്? ഒന്നെന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും. ടീച്ചേഴ്സ് എന്തൊരു വാക്കുകളാണ്, എങ്ങനെയാണ് ഈ ടെൻഷൻ പിള്ളേർക്ക് പറഞ്ഞു? അതായത് ഇവര് പറയുന്നത് 10ാം ക്ലാസ്സിലും ഇത് അവർ കൂടെ എക്സാം കണ്ടക്ട് ചെയ്യും, അതിന്റെ മാർക്ക് അനലൈസ് ചെയ്യും, ചോദ്യോത്തരം കീറി മുറിച്ച് ഇത് ചെയ്തില്ലെങ്കിൽ ഇത് തരില്ല, ഇത് ഫുൾ മാർക്ക് കട്ട് ചെയ്യും. അത് നമുക്ക് കിട്ടാവുന്ന അവരുടെ നല്ലൊരു ഉദ്ദേശമാണ്, അതായത് കിട്ടാവുന്ന മാർക്ക് അവർ കട്ട് ചെയ്യും. അപ്പം നമ്മൾ പഠിച്ചിട്ടും ഇത്രയും കിട്ടിയോളൂ. അതേപോലെ ഇനിയിപ്പം +2 അഡ്മിഷൻ ആയാലും അതെല്ലാം നേരത്തെ അന്വേഷിച്ച് വെച്ചേക്കും. അതായത് ഇത്രയും മാർക്ക് സെറ്റ് ഉണ്ടെങ്കിൽ ഇന്ന ട്യൂഷൻ ക്ലാസ് കിട്ടുള്ളൂ, എന്താ ഇന്ന ഗ്രൂപ്പ് കിട്ടുള്ളൂ, അതെ സയൻസ് ഗ്രൂപ്പ് ഇത് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഈ പഠിക്കുന്നതിനേക്കാൾ ഉപരി എക്സാമിന്റെ ആ ഒരു മാർക്കായിരിക്കും നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും വയ്ക്കുന്നത്. അപ്പൊ നമുക്കത് ടീച്ചേഴ്സ് അത്തരത്തിലുള്ള ടെൻഷൻ കൂട്ടുന്ന ചില വാക്കുകൾ പറയുന്നുണ്ടോ? ടെൻഷൻ, അതായത് അത് ആ ഒരു എൻവയോൺമെന്റ് തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും. ടീച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വാക്കുകൾ ആരും ഓർക്കുന്നുണ്ടോ? ഇപ്പൊ വാക്കുകൾ അങ്ങനെ എനിക്ക് ഇതാണ് ബേസിക്കലി എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ 10ാം ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ നിർണ്ണയിക്കുന്ന ആവർത്തിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പം ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പം ആ കാണുന്ന ടീച്ചേഴ്സ് ഒരുപാട് പേര് കാണും. ഈ ടീച്ചേഴ്സിന് അരുണിന് അരുണിന്റെ അനുഭവത്തിന് നൽകാൻ പറ്റുന്ന ഒരു ഷെയറിംഗ് എന്താണ്? അരുൺ എങ്ങനെയാ ഈ കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് പറയുന്നത്? അതായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ടീച്ചേഴ്സും ഇത്തിരി ഇപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് കുട്ടികളുടെ നടത്തണമെന്നാണ്. പല വിധത്തിലുള്ള കുട്ടികളാണ്. ചിലർക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ കൂടും, ചിലർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ആ ഒരു എക്സാം ടൈം ആകുമ്പം അത് അവർ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എക്സാമിന്റെ സമയമായിരിക്കും നമ്മൾ അതൊരു നല്ല കാലിബറുള്ള നല്ല കുട്ടികളായിരിക്കും. പക്ഷെ എക്സാമിന്റെ സമയത്താകുമ്പോൾ എക്സാമിന് മോശമായിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. അത് പക്ഷേ ഇപ്പൊ മോഡൽ എക്സാമിന് എന്റെ മാർക്ക് കുറഞ്ഞുകൊണ്ടാണ് എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്, അങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു മണിക്കൂറത്തെ ടോക്ക് എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. ഇല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലായിരിക്കില്ലായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ആ ഒരു ഇപ്പൊ ഡിസർവ് ചെയ്യുന്ന പൊസിഷനിൽ എത്താൻ കഴിഞ്ഞു. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ എന്റെ ഇത്രയും പ്രയത്നങ്ങളെല്ലാം വെറുതെ പാഴിലായി പോയത്. ആ നിലയ്ക്ക് പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്ന പാഴ്വാക്കുകൾ ടീച്ചേഴ്സ് ഉപയോഗിക്കാൻ മാക്സിമം കൺസ്ട്രെയിന്റ് അവർ തന്നെ പാലിക്കണം. അത് മാത്രമല്ല കുട്ടികളെ ഇത് അങ്ങനെ അവര് അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഒരു ബാഡ് ഇഫക്ട് ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം അവർ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം അതിന് ആദ്യം പറഞ്ഞ ഈ പ്രതികൾ നോക്കുമ്പോൾ പ്രതി 1 ടീച്ചേഴ്സ് ആണ്, പ്രതി 2 ആരാണ്? 2 പാരന്റ്സ് ആണ്. കാരണം പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഫാക്ട് എനിക്ക് പ്രതികള് 1 പാരന്റ്സ് ആണ്, ടീച്ചേഴ്സ് അത് കൺഫ്യൂഷൻ ആയിരിക്കും. ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാരന്റ്സിന്റെ അവര് എപ്പോഴും കമ്പാരിസൺ ആണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നം പറഞ്ഞത്. അവിടെ അടുത്തുള്ള കുട്ടി നമ്മളെക്കാൾ 1 മാർക്ക് കൂടുതൽ, ഈ മോഡൽ എക്സാമിന് ഇന്ന മാർക്ക് വാങ്ങിച്ചു. അതാണ് അത് പാരന്റ്സിന്റെ ആ ഒരു ഇത് അവരുടെ ആ ഒരു എന്താ ഇതിനെ പറ്റിയുള്ള ഇതും അപ്രോച്ച് മാറണം. ഈ പിള്ളേരെയൊക്കെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ പ്രതീക്ഷകളൊക്കെ തന്നെ ഡെപ്പോസിറ്റ് എന്ന ബാങ്കായിട്ട് പരിഗണിക്കുകയും കുട്ടികളുടെ മികവ് അവർക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നതിന് പകരം ഓരോ കുട്ടികൾക്കും അവനേതായ വ്യക്തിത്വം ഉണ്ടെന്നും കഴിവുകളും കഴിവ് കുറവുകളും ഉണ്ടെന്നും അത് മനസ്സിലാക്കിയ ശേഷം വേണ്ട ഒരു പരിചരണവും ഒരു പ്രോത്സാഹനമാണ് അരുൺ ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് വെരി ഗുഡ്, ദാറ്റ്സ് എക്സലന്റ് ആക്ച്വലി. അപ്പം അരുൺ വളരെ ഭംഗിയായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരുപാട് കുട്ടികൾ ഇപ്പം പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്, അവരോട് ഈ പരീക്ഷാ ഭയത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അരുൺ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ? അതായത് ഈ പരീക്ഷ പേടി എന്ന് പറയുന്നത്, ഈ ഫിയർ എന്ന് പറയുന്നത് ഫാൾസ് ഇമോഷൻസ് അപ്പിയർ റിയൽ എന്നാണ്. അതായത് ഇതൊക്കെ ഫാൾസ് ഇമോഷൻസ് ആണ്. നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒരു ഫാൾസ് ഇമോഷൻസ് അപ്പിയർ റിയൽ. ഓക്കെ, അപ്പൊ തെറ്റായിട്ടുള്ള ചില അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന പോലെ അവതരിക്കുന്നു. യഥാർത്ഥത്തിലല്ല. അതായത് FEAR ആരോ ഇത് അപ്പിയർ റിയൽ. വെരി ഗുഡ്, നല്ലൊരു എക്സ്പാൻഷൻ ആണ്. ആരോ വിവരമുള്ള ആരോ അബ്രിവേറ്റ് ആണ് ഫിയർ എന്ന് ഇറക്കിയെന്ന് തോന്നുന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ ഇത് ജസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇത് കഴിവുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, അല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ല. അത് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തായാലും പഠിത്തം എന്ന് പറയുന്നത് തന്നെ ഇസ് ജേർണി ഇസ് ദ റിവാർഡ്. അത് പഠിക്കുക എന്നുള്ള പ്രോസസ് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. എന്റെ നമുക്ക് കയറേണ്ട കാര്യമില്ല. വി ബിലീവ് ഇൻ കർമ്മ. അതായത് നമ്മൾ ജസ്റ്റ് ജോലി ചെയ്യുക, അത്രേ ഉള്ളൂ. എക്സാമിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വെരി ഗുഡ്. ആക്ച്വലി അരുൺ പറഞ്ഞ വളരെ ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന, വളരെയധികം ടെൻഷൻ അനുഭവിച്ച അരുൺ ഒരു ദാർശനികനെ പോലെ ഈ കാര്യങ്ങളെ കാണുകയും ടെൻഷൻ എന്നൊരു വാക്കുപോലും തന്നെ ഡിക്ഷണറി ഇല്ല എന്നതിലേക്ക് ഉയരുകയും ചെയ്ത അരുൺ ഭാവിയിലും പുതിയ നേട്ടങ്ങളുടെ വൻ മതിലുകളിലേക്ക് അല്ലെങ്കിൽ കോട്ടകളിലേക്ക് ഉയർന്നു പൊങ്ങുവാൻ സാധിക്കട്ടെ എന്നൊരു ആത്മാർത്ഥാഗ്രഹത്തോടുകൂടി ഈ അരുൺ ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി പറഞ്ഞ ശേഷം നമുക്കിത് അവസാനിപ്പിക്കാം.